എവിടെന്നാ തുടങ്ങേണ്ടത് എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നം. ദ ഐഡിയ ഓഫ് ജസ്റ്റിസ് എന്ന് പറയുന്നത് അമർത്യ സെന്നിന്റെ പുസ്തകത്തിന്റെ പേരാ. അയാൾ ഒരു ഇക്കണോമിസ്റ്റ് ആയിരുന്നു. ഒരു ഇക്കണോമിസ്റ്റ് എന്തിനാണ് ജസ്റ്റിസിനെ കുറിച്ച് എത്രമാത്രം കൺസേൺ ആവുന്നത് എന്ന് ചിലപ്പോഴെങ്കിലുമൊക്കെ ചില ആളുകളൊക്കെ ചോദിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. നീതി എന്ന് പറയുന്നത്, നീതി എന്ന ആശയം എന്നതാണ് നമ്മളും ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിന്റെ പ്രശ്നം, എന്റെ ഏറ്റവും വലിയ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ നീതി പ്രായോഗിക അർത്ഥത്തിൽ എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നത്, ജസ്റ്റിസ് എങ്ങനെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത്, എങ്ങനെ വിതരണം ചെയ്യപ്പെടുന്നു ഒരു സൊസൈറ്റിയിൽ. അല്ലാന്നുണ്ടെന്നുണ്ടെങ്കിൽ ഏത് രംഗത്തായാലും, ഈ മാധ്യമങ്ങളായാലും ജുഡീഷ്യറി ആയാലും, അല്ലെന്നുണ്ടെങ്കിൽ സാധാരണ ജനമായാലും രാഷ്ട്രീയ പ്രവർത്തകരായാലും ഭരിക്കുന്ന ഭരണകൂടമായാലും, ഇവരൊക്കെ തന്നെയാണ് അതിന്റെ കസ്റ്റോഡിയൻസ്. പക്ഷെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, നീതി നമ്മൾ വിചാരിക്കുന്ന പോലെ ഏതെങ്കിലും വളരെ സിംഗിൾ ഹാൻഡഡ് ആയിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക പ്രപ്പോർഷനിലൂടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേകം ഒരു പെർസ്പെക്റ്റീവിലൂടെ മാത്രം കാണാൻ പറ്റുന്ന പ്രശ്നമാണെന്ന് അല്ല ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു സമഗ്രമായി നമ്മൾ ഈ സ്നേഹം, ഭയം എന്നൊക്കെ പറയുന്ന മനുഷ്യനെ വളരെ കളക്റ്റീവായിട്ട് മനുഷ്യനെ നയിക്കുന്ന, മനുഷ്യനെ മുമ്പോട്ട് നയിക്കുന്ന ചില എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, അതിൽ നിന്ന് മാറി നിൽക്കാൻ പറ്റില്ല. ഒരുപക്ഷെ മനുഷ്യനെ റൂൾ ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട എക്സ്പ്രഷൻസിലൊന്ന് ഭീതിയായിരിക്കും, ഭയം, ഫിയറില്ല. അത് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യനെ മുന്നോട്ട് നയിക്കാൻ ഏറ്റവും അധികം ഹെൽപ്ഫുൾ ആയിട്ട് നിൽക്കുന്ന ഒരു പൊട്ടൻഷ്യൽ, ഒരു ഹ്യൂമൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ചിലപ്പം സ്നേഹമായിരിക്കും. ഒരാളെ സ്നേഹിക്കാൻ കഴിയുക, അല്ലെങ്കിൽ കെയർ ചെയ്യാൻ കഴിയുക, പരിഗണിക്കാൻ കഴിയുക എന്നുള്ളത്. അതുപോലൊരു സമഗ്രമായ അർത്ഥത്തിൽ, ഒരു ഹോളിസ്റ്റിക് പെർസ്പെക്റ്റീവിൽ മാത്രം നമുക്ക് കാണാൻ കഴിയുന്ന ഒരു സംഗതിയാണ് ഈ നീതി എന്ന് പറയുന്നത് കൊണ്ടാണ് ഞാൻ മനസ്സിലാവുന്നത്, എനിക്ക് തോന്നിയിട്ടുള്ളത്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഏതാണ്ട് 10-45 വർഷത്തിന്റെ ജീവിതവും ഒരു 10-24 വർഷത്തിന്റെ മാധ്യമ ജീവിതവും ഒക്കെ ആയിട്ട് മുമ്പോട്ട് പോകുന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് പല സന്ദർഭങ്ങളിലും സൊസൈറ്റിയുടെ പല സിനേരിയോയിലും നമ്മൾ എത്തുമ്പോൾ എല്ലായിടത്തെയും പ്രശ്നം നീതിയാണ്. അത് ചരിത്രാതീത കാലം തൊട്ട്, ഗോത്രവർഗങ്ങൾ തൊട്ട്, ഏറ്റവും സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ വരെ ഉള്ള എല്ലാ ജനസമൂഹങ്ങളിലും ഏറ്റവും അധികം കോൺഫ്ലിക്ട്സ് ഉണ്ടാവുന്നുണ്ട്. ഇപ്പൊ സോഷ്യൽ മീഡിയ തൊട്ട് തെരുവുകൾ വരെ എവിടെയും കലാപങ്ങൾ ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ കോൺഫ്ലിക്ട്സ്, സംഘർഷങ്ങൾ ഉണ്ടാവുന്നത്, ആശയക്കുഴപ്പങ്ങൾ ഉണ്ടാകുന്നത് ഒക്കെ തന്നെ നീതിക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ നീതി എങ്ങനെയാണ് ഇപ്പൊ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് എന്നുള്ളത് ഒരു വലിയ പ്രശ്നമാണ്. ഇതൊരു വളരെ വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. മനുഷ്യന് എത്രത്തോളം നീതിമാനായിരിക്കാൻ കഴിയും എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. അത് കഴിഞ്ഞിട്ടാണല്ലോ സൊസൈറ്റിയും അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ മാധ്യമങ്ങളും കോടതിയും ഒക്കെ വരുന്നത്. ഫണ്ടമെന്റലായിട്ട് മനുഷ്യൻ എത്രത്തോളം നീതി ഡെലിവർ ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ മനുഷ്യൻ എത്രത്തോളം നീതിമാനാണ് ഇൻഹെറന്റായി എന്നുള്ളതാണ് പ്രശ്നം. അപ്പൊ അതാണ് എന്നെ എപ്പോഴും അലട്ടിയിട്ടുള്ള ഒരു സ്പീഷീസ് എന്നുള്ള നിലയിൽ, ഒരു ജീവിവംശം എന്നുള്ള നിലയിൽ മനുഷ്യൻ നീതിയെ ഡെലിവർ ചെയ്യാൻ എത്രത്തോളം കേപ്പബിൾ ആണ് എന്നുള്ള ചോദ്യമാണ് സത്യത്തിൽ നീതിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം എനിക്ക് തോന്നാറ്. ഇപ്പൊ നമ്മളിപ്പോ എല്ലാവർക്കും തുല്യതയ്ക്ക് വേണ്ടിയിട്ടുണ്ടാക്കിയ ഒരു പ്രസ്ഥാനം ഉണ്ടല്ലോ, ഒരു ഐഡിയോളജി ഉണ്ടല്ലോ, കമ്മ്യൂണിസം എന്ന് പറയുന്നത്, സോഷ്യലിസം, കമ്മ്യൂണിസം എന്നൊക്കെ പറഞ്ഞിട്ട് 19-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിട്ടുള്ള ഈ ഐഡിയോളജിയെ കുറിച്ചിട്ട് 1978 എഡ്വേർഡ് ഒ വിൽസൺ എന്ന് പറയുന്ന അമേരിക്കൻ നാച്ചുറലിസ്റ്റ് ഓൺ ഹ്യൂമൻ നേച്ചർ എന്ന് പറയുന്ന ഒരു പുസ്തകത്തിൽ പറഞ്ഞൊരു ഭയങ്കര രസകരമായ പരാമർശമുണ്ട്. എക്സലന്റ് തിയറി ബട്ട് റോങ് സ്പീഷീസ് എന്നായിരുന്നു അതിന്റെ ഒരു പ്രധാനപ്പെട്ട സംഗതി. മനുഷ്യൻ എത്രത്തോളം പറ്റും, കമ്മ്യൂണിസം എന്ന് പറയുന്ന ഐഡിയോളജിയൊക്കെ വളരെ നല്ലതാണ്, പക്ഷെ ഒരു സ്പീഷീസ് എന്നുള്ള നിലയിൽ മനുഷ്യൻ എത്രത്തോളം തുല്യത പരസ്പരം ഡെലിവർ ചെയ്യാൻ കഴിയും, ആൻഡ് ഫോർ ഹൗ ലോങ് എന്നുള്ളതായിരുന്നു അതിന്റെ പ്രധാനപ്പെട്ട വിഷയം. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മളിപ്പം രാഷ്ട്രങ്ങളുടെ കാര്യം എടുത്താലും വ്യക്തിയുടെ കാര്യം എടുത്താലും എത്ര വർഷം, എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും നീതിയുമായി ബന്ധപ്പെട്ടിട്ട് നമ്മൾ എത്രത്തോളം പുരോഗമിച്ചു എന്നുള്ളതാണ്, നമുക്ക് എത്രത്തോളം പരസ്പരം അതിനെ ഡെലിവർ ചെയ്യാൻ കഴിയുന്നു. ഇപ്പൊ കോടതിയുടെ കാര്യം എടുത്താൽ, അല്ലെങ്കിൽ നിങ്ങളൊക്കെ കൂടുതൽ ഫോക്കസ്ഡ് ആയിരിക്കുന്ന നിങ്ങളുടെയൊക്കെ പ്രൊഫഷനോ അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെയൊക്കെ ജീവിതത്തിന്റെ തന്നെ വളരെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായിരിക്കുന്ന ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട് എടുക്കുമ്പോഴത്തേക്കോ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് ബന്ധപ്പെട്ട് എടുക്കുമ്പോഴും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരും. ഇപ്പൊ ഇന്ത്യ തന്നെ 1947 സ്വാതന്ത്ര്യം കിട്ടുന്ന സമയത്ത് നമ്മൾ ശരിക്കും എന്താ പറയാ, സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഈ ലോകത്താകെ 7000-ലധികം ഭാഷകളാണ് നിലനിൽക്കുന്നത്. 1947 ഇന്ത്യ സ്വതന്ത്രയാവുന്ന വർഷം. അതിലേതാണ്ട് 5000-ഓളം ഭാഷകൾ ഇന്ത്യയിലാണ് നിലനിൽക്കുന്നത്. ഈ 5000-ഓളം ഭാഷകൾ എന്ന് പറയുന്നത് 5000-ഓളം എത്നിസിറ്റീസ് ആണ്, അല്ലെങ്കിൽ ഒരു 10,000-ഓളം 25,000-ഓളം വംശീയതകളാണ് ഈ 5000 ഭാഷകളായി കൺവേർട്ട് ചെയ്ത് വരുന്നത് എന്ന്. അപ്പോ അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ഒരു ഭരണഘടന ഉണ്ടാക്കണം എന്നുള്ള ചിന്ത ഉണ്ടാവുന്ന കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ലോകത്തുള്ള വലിയ കോൺസ്റ്റിറ്റ്യൂഷണൽ എക്സ്പേർട്സ് മുഴുവൻ, അല്ലെന്നുണ്ടെങ്കിൽ നീതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ മുഴുവൻ അക്കാലത്ത് ഇന്ത്യ പോലൊരു രാജ്യത്ത് എങ്ങനെയാണ് എല്ലാവർക്കും തുല്യനീതി ഉറപ്പുവരുത്തുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ ഇത് പോസിബിൾ അല്ല എന്നുള്ള രീതിയിൽ പലപ്പോഴും പല വെസ്റ്റേൺ എക്സ്പേർട്സും അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ടായിരുന്ന ആളുകൾ പറഞ്ഞു. എന്നിട്ടും നമുക്കത് പോസിബിൾ ആയി.
മൊത്തം ഉണ്ടായിരുന്ന 7000 ഭാഷകളിൽ 5000 ഭാഷകൾ ആ കാലഘട്ടത്തിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്നതുകൊണ്ട് ഇന്ത്യ എത്രത്തോളം എത്നിസിറ്റീസിനെ പ്രിസർവ് ചെയ്യുന്നു, അല്ലെന്നുണ്ടെങ്കിൽ എത്രത്തോളം സാഹിത്യത്തിൽ അതിനെ ഗ്രൂം ചെയ്യുന്നു എന്നുള്ളതിന്റെ വിഷയം കൂടി നമ്മൾ അതിനെ മനസ്സിലാക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എത്രത്തോളം നമുക്ക് പറ്റും, ഒരു സൊസൈറ്റിക്ക് എത്രത്തോളം പറ്റും, വ്യക്തിക്ക് എത്രത്തോളം പറ്റും നീതിയെ ഡെലിവർ ചെയ്യാൻ എന്നുള്ളത്. നമ്മുടെ യാത്രകളിൽ ജേർണലിസ്റ്റുകളിൽ എന്നുള്ള നിലയ്ക്ക് ഇപ്പം ഒരു സൊസൈറ്റിയുടെ പൊതു സ്വഭാവം ആ സൊസൈറ്റിയിൽ നിലനിൽക്കുന്ന എല്ലാ കാറ്റഗറിയിലുള്ള എല്ലാ മനുഷ്യനെയും ഒരുപോലെ സ്വാധീനിക്കുന്നതാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അതിനകത്ത് ജുഡീഷ്യറി എന്നോ പോലീസ് എന്നോ സ്റ്റേറ്റ് എന്നോ എക്സിക്യൂട്ടീവ് എന്നോ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ കോടതി എന്നോ മനുഷ്യനെന്നോ സാധാരണ ഇൻഡിവിജ്വൽ എന്നോ ഉള്ള വ്യത്യാസങ്ങളില്ല. അപ്പോ നമ്മൾ വളരെ ലിമിറ്റഡ് ആണ്. എത്ര വർഷം കഴിയുമ്പോഴും നമ്മൾ കൊല്ലുന്നു. നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ടായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്, നമ്മൾ പുണ്യപുരാതന ഗ്രന്ഥം എന്ന് പറഞ്ഞ് നമ്മൾ എത്രയോ കാലങ്ങളായിട്ട് ചെരിഷ് ചെയ്യുന്ന, പ്രിസർവ് ചെയ്യുന്ന, നമ്മൾ തൊട്ടു വണങ്ങുന്ന സത്യവേദ പുസ്തകങ്ങൾ അത്രയും, അതിപ്പോ മഹാഭാരതമായാലും ഖുറാനായാലും ബൈബിളായാലും ഇതൊക്കെ തന്നെ സത്യത്തിൽ ഇതൊക്കെ എത്രത്തോളമാണ് നീതിയെ ഡെലിവർ ചെയ്യുന്നത് എന്നുള്ളത് പോലും നമ്മൾ ആലോചിക്കുക. റിലീജിയൻ എത്രത്തോളം നീതിയെ ഡെലിവർ ചെയ്യാൻ പറ്റും, പോലീസിന് എത്രത്തോളം നീതിയെ ഡെലിവർ ചെയ്യാൻ പറ്റും. ഇതൊരു അടിസ്ഥാനപരമായ പ്രശ്നം. ഇതിനകത്തൊക്കെ ഇതൊരു ജനിതകമായ ഒരു ഫാക്ടർ കൂടിയാണെന്ന് ചില സന്ദർഭങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ നാട് വിട്ട് ഇപ്പൊ കേരളം പോലൊരു സൊസൈറ്റിയിൽ പലപ്പോഴും നമ്മളെപ്പോഴും പറയാറുണ്ട്, നമ്മൾ വലിയ അഭിമാനത്തോടുകൂടി പറയാറില്ലേ, വെൽ എഡ്യൂക്കേറ്റഡ് സൊസൈറ്റി, സാക്ഷരതയിൽ എപ്പോഴും മുന്നിൽ, നമ്മൾ അങ്ങനെയാണ്, നമ്മൾ ഇങ്ങനെയാണ്, നമ്മൾ വളരെ ഒരുപാട് കാര്യങ്ങളിൽ മുന്നോട്ട് പോയി എന്നൊക്കെ പറയുമ്പോഴും നമ്മൾ പലപ്പോഴും പല വാർത്തകളും കേൾക്കുമ്പോൾ എത്രത്തോളം അനീതി നിറഞ്ഞൊരു സമൂഹത്തെയാണ് നമ്മൾ പലപ്പോഴും ഈ ചെറിയ നാട്ടിൽ പോലും നമ്മൾ കാണുന്നത് എന്ന് എനിക്ക് തോന്നുന്നു. ചെറിയ കുഞ്ഞുങ്ങൾ പോലും പീഡിപ്പിക്കപ്പെടുന്ന ഒരവസ്ഥ. എത്രയധികം നമ്മൾ പറയുന്നത് ഓരോ വർഷം കഴിയും തോറും ചരിത്രം എന്ന് പറയുന്നത് വളരുന്നത് ഒരു ലീനിയർ പ്രോഗ്രഷനിലല്ല. എന്ന് വെച്ചാൽ അനുക്രമിച്ച് വളർന്ന് നല്ലതിൽ നിന്ന് നല്ലതിലേക്ക് പോയി ഏറ്റവും ഒടുവിൽ ഏറ്റവും റിഫൈൻഡ് ആയിട്ടുള്ള ഏറ്റവും സംസ്കാര സമ്പന്നരായ ഒരു ജനസമൂഹത്തിലേക്കുള്ള വളർച്ച എത്തിക്കഴിഞ്ഞു. അതിന്റെ ഭാഗമാണ് നമ്മൾ. അങ്ങനെ ചരിത്രത്തിന്റെ മുഴുവൻ ആ എല്ലാ ഘട്ടങ്ങളെയും പരിശോധിക്കുമ്പോൾ അതിന്റെ ഏറ്റവും ഉന്നതമായിട്ടുള്ള സാംസ്കാരിക ബോധം നിലനിർത്താൻ കഴിയുന്ന ഒരു സമൂഹമാണ് ഇപ്പം നിലനിൽക്കുന്നത് എന്നാണ് പൊതുവേ ഉള്ള ഒരു ധാരണ. പക്ഷേ എനിക്കെപ്പോഴും തോന്നിയിട്ടുള്ളത് ചരിത്രം ലീനിയർ പ്രോഗ്രഷനിലല്ല വളരുന്നത്, നോൺ ലീനിയർ ആയിട്ടാണ് വളരുന്നത്. ചരിത്രത്തിന്റെ എല്ലാ ഘട്ടങ്ങളിലും അനീതി ഉണ്ടായിരുന്നു. ആ അനീതി നിലനിന്ന എല്ലാ ഘട്ടങ്ങളിലും അതിനെതിരായിട്ടുള്ള ആകാവുന്ന വിധത്തിലുള്ള റെസിസ്റ്റൻസും മനുഷ്യരുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. പക്ഷെ ഇത്രയധികം വർഷങ്ങൾ കഴിഞ്ഞിട്ടും സമൂഹവും രാഷ്ട്രീയവും വ്യക്തിയും ഭരണഘടനയും എന്നുവേണ്ട ശാസ്ത്രവും എല്ലാം മുന്നിൽ പോയിട്ടും സാംസ്കാരികമായിട്ട് നമ്മൾ വളരെയധികം മുന്നിലോട്ട് പോയിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ഡെലിവർ ചെയ്യാൻ കഴിയുന്നില്ല എന്നുള്ളിടത്താണ് നമ്മൾ ഏറ്റവും അധികം പ്രശ്നങ്ങൾ നേരിടുന്നത്. കോടതികളുടെ സംബന്ധിച്ചിടത്തോളം പ്രശ്നങ്ങളാണ് വെട്ടിക്കിടക്കുന്ന കേസുകൾ, പരിഹാരമില്ലാത്ത അവസ്ഥകൾ, ജുഡീഷ്യറി തന്നെ ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥ. പോലീസാണെന്നുണ്ടെങ്കിൽ എന്നും പ്രതിസ്ഥാനത്ത്, രാഷ്ട്രീയ ഭരണകൂടങ്ങളാണെന്നുണ്ടെങ്കിൽ അവർ അധികാരത്തെക്കുറിച്ച് മാത്രം കൺസേൺഡ് ആയിരിക്കുന്നു എന്ന് പറയുന്ന വിമർശനങ്ങൾ. ഞാൻ ഏതെങ്കിലും വളരെ ക്രിട്ടിക്കലായിട്ട് ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗം നീതി ഡെലിവർ ചെയ്യുന്നു എന്നുള്ളതല്ല പ്രശ്നം. എല്ലായിടത്തും നീതി ഡെലിവർ ചെയ്യുന്ന എക്സെപ്ഷൻസ് ഉണ്ട്. പക്ഷെ അത്രയും തന്നെ നീതിയെ തള്ളിക്കളയുന്ന, സ്വന്തം അധികാരത്തെയോ കൺവീനിയൻസസിനെയോ വേണ്ടിയിട്ട് നീതിയെ തള്ളിക്കളയാൻ കഴിയുന്ന, നീതി എന്ന് പറയുന്ന ആശയത്തെ ആ അർത്ഥത്തിൽ പരിഗണിക്കാൻ കഴിയാതെ പോകുന്ന മനുഷ്യരും അത്രയും തന്നെ ഉണ്ട് എന്നുള്ളതാണ് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ ഒരു ഇന്റർവ്യൂ എടുക്കാൻ വേണ്ടിയിട്ട് മലയാളത്തിലെ പ്രശസ്തനായിട്ടുള്ള ചലച്ചിത്ര സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ അടുത്ത് ചെല്ലുമ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് ചിലത് കാണുമ്പോൾ മനുഷ്യരൊന്നും പ്രതികരിക്കാത്തത് എന്ന് പുള്ളി എന്നോട് തിരിച്ചു ചോദിച്ചു. പുള്ളിയുടെ സിനിമ എലിപ്പത്തായം എന്ന് പറയുന്ന സിനിമയുമായി ബന്ധപ്പെട്ടിട്ട് പുള്ളിയുടെ മാസ്റ്റർ പീസ് എന്ന് പറയാവുന്ന സിനിമ, ഒരുപക്ഷെ കേരളത്തിൽ നാളുവരെ ഉണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്ലാസിക് സിനിമ എന്ന് പറയുന്ന ഒരുപക്ഷെ അടൂർ ചെയ്ത എലിപ്പത്തായം എന്ന് പറയുന്ന സിനിമയായിരുന്നു. മലയാളിയുടെ ഒരു സോഷ്യൽ സൈക്ക് മുഴുവൻ ഏതാണ്ട് 1970-കളിൽ ഇറങ്ങിയ ആ സിനിമയിൽ നമുക്ക് കാണാം. അപ്പോൾ ആ സിനിമയെക്കുറിച്ച് ഉള്ളൊരു ചോദ്യത്തിന്റെ ഇടയിലാണ് അടൂർ എന്നോട് ചോദിച്ചത്, എന്തുകൊണ്ടാണ് മനുഷ്യൻ ചില സിറ്റുവേഷനുകളിൽ പ്രതികരിക്കാതിരിക്കുന്നത്? പ്രതികരണം എന്ന് പറയുന്നത് നീതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വലിയ വിഷയമാണ്. കൺമുന്നിൽ കാണുന്ന ഒരു വിഷയത്തോട് നമുക്ക് റെസ്പോണ്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ നീതിബോധവുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു വിഷയമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അന്ന് പുള്ളി എന്നോട് ചോദിച്ചു, ഞാൻ ഒന്നും മിണ്ടിയില്ല, അതിന് മറുപടി ഒന്നും പറഞ്ഞില്ല. അപ്പൊ പുള്ളി തന്നെ മറുപടി പറഞ്ഞു, പ്രതികരിച്ചാൽ നമുക്ക് ചില അസൗകര്യങ്ങളുണ്ടാകും, ആ അസൗകര്യങ്ങൾ നമ്മൾ മാറ്റി നിർത്തും, അപ്പൊ അതുകൊണ്ട് നമ്മൾ മിണ്ടാതിരിക്കും. സത്യത്തിൽ എലിപ്പത്തായം എന്ന് പറയുന്ന സിനിമ നമ്മൾ കാണണം. അതൊരിക്കലും സമൂഹത്തിന് നീതി അല്ലെങ്കിൽ വരരുതെന്നോ സമൂഹത്തിന് ബുദ്ധിമുട്ടിക്കാൻ വേണ്ടിയിട്ട് ജീവിക്കുന്ന ഒരു കഥാപാത്രമോ അല്ല. എലിപ്പത്തായത്തിലെ പ്രധാനപ്പെട്ട കഥാപാത്രം ആയ ഉണ്ണി എന്ന് പറയുന്ന കരമന ജനാർദ്ദൻ അവതരിപ്പിക്കുന്ന വേഷം. പക്ഷെ എങ്കിൽ പോലും ഒരു ഇൻകൺവീനിയൻസ് നമുക്ക് പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ പ്രശ്നം നീതി നമുക്ക് തുല്യമായിട്ട് ഡെലിവർ ചെയ്യാൻ കഴിയാതെ പോകുന്നത് ശരിക്കു പറഞ്ഞാല് ജനിതകമായ പ്രശ്നമാണോ, സാമൂഹ്യമായ പ്രശ്നമാണോ, എന്തുകൊണ്ടാണ് എന്നുള്ളത് നീതി ഇപ്പോഴും ഒരു പ്രശ്നം തന്നെയാണ്. ഞാൻ വിചാരിക്കുന്നില്ല ഈ നീതിയുക്തമായ ഒരു സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഈ സമൂഹത്തിലുള്ള എല്ലാ ആളുകളും പരസ്പരം ഇത് ചെയ്യുന്നു.
ഈ നീതി വേറൊരാളോട് ഞാൻ നീതിപൂർണ്ണമായിട്ടല്ല പെരുമാറുന്നത് എന്നുള്ള ബോധ്യം പോലും ആളുകൾക്ക് എത്ര ഉണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ട് പോലും നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ ഒരു കോണ്ടെക്സ്റ്റിൽ നിന്നിട്ട് വേണം സത്യത്തിൽ മാധ്യമ സ്ഥാപനങ്ങൾക്കകത്ത് നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു മാധ്യമം പ്രവർത്തകൻ എന്നുള്ളതിൽ, ഞാനൊരു അടിസ്ഥാനപരമായി മാധ്യമ പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഞാൻ 24 മണിക്കൂറും ന്യൂസ് കൈകാര്യം ചെയ്യുന്ന ഒരാളല്ല. പ്രധാനമായിട്ടും എൻ്റെ ഒരു ഏരിയ ഡോക്യുമെന്ററീസ് ആണ്. അപ്പൊ പ്രധാനമായിട്ടും നമ്മൾ ഈ പെട്ടെന്നൊരു വിഷയങ്ങൾ ഉണ്ടാവുന്നു, അതിനെ ഫോളോ ചെയ്യുന്നു, അങ്ങനെ പോകുന്നു എന്നുള്ളതല്ല. നമ്മൾ സ്പെസിഫിക് ആയിട്ട് ചില വിഷയങ്ങൾ പ്രധാനമായിട്ടും പഠിക്കാൻ ശ്രമിക്കുന്നു, അതിനെക്കുറിച്ച് കൂടുതൽ കാര്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്ന ഡോക്യുമെന്ററികളാകുമ്പോൾ കുറച്ചുകൂടെ നമ്മുടെ വ്യക്തിപരമായ ലേണിംഗ് പോസിബിൾ ആവുന്നുള്ളത് കൊണ്ടാണ് നമ്മൾ ഈ പറയുന്ന റെഗുലർ ന്യൂസ് എന്ന് പറയുന്ന സംവിധാനം ഉപേക്ഷിച്ചത് ഡോക്യുമെന്ററി എന്ന് പറയുന്ന ഒരു ഏരിയയെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നു. എനിക്ക് എന്തെങ്കിലും പഠിക്കാൻ കഴിയുമല്ലോ എന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട ലേണിംഗുമായി ബന്ധപ്പെട്ടിട്ടാണ് അത് സ്വീകരിക്കുന്നത്. അപ്പൊ അതിൽ കുറച്ചുകൂടെ നമുക്ക് ഒരു വിഷയത്തെ കുറച്ചുകൂടെ ഗൗരവമായി നമുക്ക് അഡ്രസ് ചെയ്യാൻ പറ്റും. ആളുകൾ തമ്മിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആർഗ്യുമെന്റ്സ് എന്ന് പറയുന്നത് പകരം നമുക്ക് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് മനുഷ്യന്റെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനും, മനുഷ്യന്റെ ഇമോഷൻസിന്റെ കുറച്ചുകൂടെ നമുക്ക് അവരുടെ വ്യക്തിപരമായിട്ടുള്ള വൈകാരികമായിട്ടുള്ള സാമൂഹ്യമായ, ചരിത്രപരമായ, സാമ്പത്തികമായ അങ്ങനെ ജീവിതത്തിന്റെ എല്ലാ തരത്തിലുള്ള ആസ്പെക്ട്സിലേക്കും നമുക്ക് കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു മീഡിയം എന്നുള്ളതിലേക്കാണ് നമ്മൾ ഡോക്യുമെന്ററി ഞാൻ വ്യക്തിപരമായിട്ട് കാണുന്നത്. അതുകൊണ്ടാണ് ഡേ ടു ഡേ വാർത്തകൾ അല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ വാർത്തകൾക്കപ്പുറത്തുള്ള ചർച്ചകൾ, അതിനിടയിലുള്ള ആർഗ്യുമെന്റ്സ്, ഇപ്പം അമർത്യ സെന്നിന്റെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ പുസ്തകത്തിന്റെ ഭാഗമായിട്ട് പിന്നെ പറയുമ്പോഴത്തേക്കും പുള്ളി ചെയ്തിട്ടുള്ള അടുത്ത പ്രധാനപ്പെട്ടുള്ള ഒരു വർക്ക് എന്ന് പറയുന്നത് ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ ആണ്. അപ്പൊ സത്യത്തിൽ നമ്മൾ പലപ്പോഴും നടത്തുന്നത് വാദങ്ങളാണ്. ടെലിവിഷനെ സംബന്ധിച്ചിടത്തോളം പലപ്പോഴും നീതിപൂർണ്ണമായിട്ട് ഒരു വിഷയത്തെ അഡ്രസ് ചെയ്യുകയാണോ അതോ ഓരോരുത്തരും അവരുടെ ആർഗ്യുമെന്റ്സിനെ അഡ്രസ് ചെയ്യുകയാണെന്നുള്ള ക്രിട്ടിക്കലായിട്ട് ഞാൻ എപ്പോഴും ചെയ്യണം. ആർഗ്യുമെന്റേറ്റീവ് ടെലിവിഷൻ ഫോർ ആർഗ്യുമെന്റേറ്റീവ് ഇന്ത്യൻ എന്നെപ്പോഴും തമാശക്കെങ്കിലും മനസ്സിൽ പറയാറുണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് വാദിച്ച് ജയിച്ചാൽ മതി, നീതി ഡെലിവറി ചെയ്യപ്പെടണോ വേണ്ടയോ എന്നുള്ളതൊക്കെ പിന്നത്തെ പ്രശ്നമാണ് എന്ന് പറയുന്ന ടെലിവിഷനോടുള്ള വളരെ ക്രിട്ടിക്കൽ ആയിട്ടുള്ള ഒരു സമീപനം കൊണ്ടുകൂടിയാണ് ഈ ഡോക്യുമെന്ററി പോലുള്ള വിഷയങ്ങളിലേക്ക്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഏരിയയിലേക്ക് നമ്മൾ സ്വാഭാവികമായിട്ട് മാറാൻ ശ്രമിച്ചത്. നമുക്ക് കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമല്ലോ എന്ന് വിചാരിച്ചു. അപ്പൊ അതിൽ കുറെ അധികം വർഷങ്ങൾ പലതരത്തിലുള്ള വിഷയങ്ങൾ, എൻവയോൺമെന്റൽ പ്രശ്നങ്ങൾ, വ്യക്തിയുടെ പ്രശ്നങ്ങൾ, സമൂഹത്തിന്റെ പ്രശ്നങ്ങൾ, ജുഡീഷ്യറിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രശ്നങ്ങൾ, ക്രൈം, അങ്ങനെ നിരവധി വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഒരുപക്ഷെ ആയിരക്കണക്കിന് എപ്പിസോഡുകൾ എന്ന് പറയാവുന്നത്രയും കാലമായിട്ടുണ്ടാവും. ചിലപ്പോൾ 10,500 എപ്പിസോഡുകളെങ്കിലും ഉണ്ടാവും അങ്ങനെ നമ്മൾ ഈ കാലഘട്ടത്തിനിടയ്ക്ക് ചെയ്തു വിട്ടത്, നല്ലതും ചീത്തയുമായിട്ട്. ഇതൊന്നും എല്ലാം പുറതീർന്ന സമ്പൂർണ്ണമായിട്ടുള്ള പെർഫെക്റ്റ് സംഗതികളല്ല. വേഗത്തിൽ ചെയ്യുന്നതും സമയമെടുത്ത് ചെയ്യുന്നതുമായിട്ടുള്ള പലതരം വർക്കുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ എപ്പോഴും ഫീൽ ചെയ്തിരുന്നത്, ഓരോ യാത്രകൾ കഴിഞ്ഞ് മടങ്ങി വരുമ്പോഴും എപ്പോഴും മനസ്സിനെ അലട്ടിയിരുന്നത് അനീതി തന്നെയായിരുന്നു. ഒരിടത്തും ഇതിന് സമാധാനം കിട്ടുന്നില്ലല്ലോ മനുഷ്യർക്ക്. എവിടെയാണ് മനുഷ്യൻ സ്വസ്ഥമായിട്ട് ജീവിക്കുന്നത്? ഈ നമ്മുടെ നാട്ടിലാണോ? അപ്പൊ ചിലപ്പോൾ പറയും നമ്മുടെ കേരളത്തിലോ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നതാണ്. അങ്ങനെയൊന്നും ഇല്ല, അങ്ങനെ ഒരു ദേശഭേദമൊന്നും ഇല്ല അനീതിക്ക്. അനീതി ലോകത്ത് എല്ലായിടത്തും ഏതാണ്ട് ഒരുപോലെ തന്നെയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. മനുഷ്യൻ എന്ന് പറയുന്ന സ്പീഷീസ് തന്നെ അടിസ്ഥാനപരമായിട്ട് ദ ഹോൾ സ്പീഷീസ് ഈസ് മെയ്ഡ് ഓഫ് ഇൻജസ്റ്റിസ് എന്ന് എനിക്ക് ചിലപ്പോൾ ഞാൻ വളരെ ക്രിട്ടിക്കലായിട്ട് എനിക്ക് തോന്നാറുണ്ട്. കാരണം നാളത്തേക്ക് കൂട്ടിവെക്കുക, എല്ലാ കാലത്തേക്കും വേറൊരു ജീവിയും അവന്റെ അന്നത്തെ ദിവസത്തിന്റെ ആവശ്യങ്ങൾക്കപ്പുറത്തേക്ക് എന്തിനെങ്കിലും കൊന്നു തിന്നാനല്ലാതെ മറ്റേതെങ്കിലും ഒരു സ്പീഷീസിനെ ഉപദ്രവിക്കുന്നില്ല എന്നുള്ളതാണ്. പക്ഷെ മനുഷ്യൻ അങ്ങനെ അല്ലല്ലോ. അവൻ അധികാരത്തിന് വേണ്ടിയിട്ട്, അവന്റെ മറ്റേതെങ്കിലും തരത്തിലുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട്, കൺവീനിയൻസസിന് വേണ്ടിയിട്ട്, പണത്തിന് വേണ്ടിയിട്ട്, എന്തെല്ലാം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് നീതിയെക്കുറിച്ച് പറയാൻ മറ്റേതെങ്കിലും, അതുകൊണ്ടാണ് ഞാൻ എഡ്വേർഡ് ഇഒ വിൽസന്റെ കോട്ട് ഞാൻ ആദ്യമേ പോലെ പറഞ്ഞു, കമ്മ്യൂണിസം തുല്യതയെക്കുറിച്ച് സംസാരിക്കാൻ മനുഷ്യൻ എന്താണ് കാര്യം? എക്സലന്റ് തിയറി ബട്ട് റോങ് സ്പീഷീസ് ആണ്. ഉറുമ്പുകൾക്കൊക്കെ പറ്റുന്നെന്ന് പുള്ളി പറഞ്ഞു. ഉറുമ്പുകൾ കുറച്ചുകൂടി കളക്റ്റീവ് ആയിട്ടുള്ള ഒരു മെന്റാലിറ്റി ഉള്ള വർഗ്ഗമാണ്. അപ്പൊ അതുകൊണ്ട് ഉറുമ്പ് പോലെയുള്ള, അല്ലെന്നുണ്ടെങ്കിൽ തേനീച്ചയെ പോലുള്ള ഒരു കളക്റ്റീവ്, മനുഷ്യനെക്കാളും കളക്റ്റീവ് ലൈഫ് കുറച്ചുകൂടി പ്രോമിനൻസ് ഉള്ള, കൂട്ടായ്മയിൽ കുറച്ചുകൂടി ഫോക്കസ്ഡ്, ബയോളജിക്കലി തന്നെ കൂട്ടായ്മയിൽ അധിഷ്ഠിതമായിട്ടുള്ള സ്പീഷീസുകൾക്ക് ഒരുപക്ഷെ തുല്യത കുറച്ചുകൂടി ഡെലിവർ ചെയ്യാൻ പറ്റുമായിരിക്കും മനുഷ്യനേക്കാൾ. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ദാരിദ്ര്യമുള്ള കാലത്ത് ഐക്യമുണ്ട്. എന്തുകൊണ്ടാണ് കമ്മ്യൂണിസം അക്കാലത്ത് നിലനിന്നത്? ഒന്ന്, റിലീജിയനെ കൊണ്ടുള്ള പൊറുതിമുട്ടിയ അവസ്ഥ. രണ്ട്, മനുഷ്യൻ അനുഭവിച്ചിരുന്ന സാമ്പത്തികമായിട്ടുള്ള വല്ലാത്ത കഷ്ടപ്പാടുകൾ. ഈ കഷ്ടപ്പാടുകൾക്കിടയിൽ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് ശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ ചിട്ടവട്ടങ്ങളോടുകൂടി ഒരു പുതിയ പ്രത്യയശാസ്ത്രം ഉണ്ടായി വരുന്നു. അതുവരെ ഉള്ളത് വെറും പ്രത്യയശാസ്ത്രം മാത്രമായിരുന്നു. ഇതിന് ശാസ്ത്രീയത അവകാശപ്പെടാൻ പറ്റുമായിരുന്നില്ല. ഇത് ശാസ്ത്രീയതയുടെ പരിവേഷത്തോടുകൂടി ഒരു പ്രത്യയശാസ്ത്രം വന്നു. അങ്ങനെ ആളുകളെല്ലാം അതിൽ വിശ്വസിച്ചു എന്നാണ് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട നക്സലേറ്റും കമ്മ്യൂണിസ്റ്റ് സൈദ്ധാന്തികനുമായ കെ വേണുവിനോട് ഞാൻ ചോദിച്ചപ്പോഴത്തേക്ക് പുള്ളിയോട് ഞാൻ ചോദിച്ചിട്ടുണ്ട് വ്യക്തിപരമായി ഒരു ഇന്റർവ്യൂവിന്റെ ഇടയിൽ കെ വേണുവിനോട് ചോദിച്ചു, മനുഷ്യൻ എന്ന് പറയുന്ന സ്പീഷീസിന് നേരിടുന്ന ജീവശാസ്ത്രപരമായ പരിമിതികളും അവൻ കാണുന്ന വ്യാമോഹങ്ങളും രാഷ്ട്രീയ വ്യാമോഹങ്ങളും തമ്മിൽ എങ്ങനെയാണ് പൊരുത്തപ്പെടുന്നത്? അടിസ്ഥാനപരമായിട്ടൊരു സെൽഫിഷ് ജീനാണ്. അതാണ് റിച്ചാർഡ് ഡോക്കൻസിനെ പോലുള്ള ആളുകൾ
അങ്ങനെ പുസ്തകം എഴുതേണ്ടി വന്ന സെൽഫിഷ് ജീൻ എന്ന തലക്കെട്ടിൽ തന്നെ പുസ്തകങ്ങൾ എഴുതേണ്ടി വന്നത് മനുഷ്യന് ഇൻഹറന്റായി തന്നെ അത്തരമൊരു സെൽഫിഷ് ആയിട്ടുള്ള ഒരു പ്രകൃതം, ജീവശാസ്ത്രപരമായ പ്രകൃതം തന്നെ നിലനിൽക്കുന്നത് കൊണ്ട്, അവനവനെ മാത്രം സ്നേഹിക്കുന്ന വല്ലാത്തൊരു അങ്ങനെ ഒരു ടെൻഡൻസി ആ സ്പീഷീസിന് ഉള്ളത് കൊണ്ടാവണം റിച്ചാർഡ് ഡോക്കിൻസിനെയൊക്കെ പോലുള്ള ആളുകൾ അങ്ങനെ ചെയ്തു. എറിക് ഫ്രോമിനെയൊക്കെ പോലുള്ള ആളുകളാണ് പറയുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള സൊസൈറ്റിയിൽ ഏറ്റവും അധികം ഭ്രാന്തന്മാരുണ്ടാവുന്നു പുള്ളിയെ പോലുള്ള ആളുകൾ പറയും. അപ്പോൾ നമ്മള് പറയുന്ന എന്താ പറയാ, സൈക്കോളജി, മനഃശാസ്ത്രപരമായിട്ടും സാമൂഹ്യമായിട്ടും ചരിത്രപരമായിട്ടും ഒക്കെ തന്നെ ഈ സമൂഹത്തിനെ, ജീവശാസ്ത്രപരമായും ഒക്കെ സമൂഹത്തിനെ വിലയിരുത്താൻ ശ്രമിച്ച ആളുകൾ, ബുദ്ധിയുള്ള മനുഷ്യർ ഒട്ടുമുക്കാൽ സന്ദർഭങ്ങളിലും ഈ മനുഷ്യരാശിയുടെ പ്രകൃതം അങ്ങനെ എന്താണ് ഒരു മെച്ചപ്പെട്ട അല്ലെങ്കിൽ നീതി ഉറപ്പുവരുത്തുന്ന, നീതി ഡെലിവർ ചെയ്യാൻ കഴിയുന്ന ഒരു സാമൂഹ്യ അവസ്ഥയിലേക്ക് എത്തിക്കാൻ കഴിയുന്ന ഒരു വിഭാഗമായിട്ട് മനുഷ്യനെ കാണുന്നില്ല. അവര് വളരെ ക്രിട്ടിക്കലായിട്ടാണ് ഈ സ്പീഷീസിനെ തന്നെ കാണുന്നത്. അപ്പൊ അവിടെ നിന്നുകൊണ്ടാണ് നമ്മൾ നീതിയെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം എപ്പോഴും സമൂഹത്തിന്റെ പ്രകൃതം തന്നെ കാണിച്ചുകൊണ്ടിരിക്കും. അപ്പോ എങ്ങനെ നീതി ഉറപ്പുവരുത്തും? അപ്പൊ നമുക്ക് സമൂഹത്തിന്റെ പ്രകൃതത്തിന് അഡിക്റ്റായി, അല്ലെന്നുണ്ടെങ്കിൽ അതിന് വിധേയമായിട്ട്, അതിന്റെ സ്ലേവ്സ് ആയിട്ട് മാറാൻ തുടങ്ങുമ്പോൾ ആകെ നമുക്ക് ചെയ്യാൻ കഴിയുന്നത് അതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ള വിഭാഗമെങ്കിലും വളരെ കമ്മിറ്റഡ് ആയിട്ട് അതിനെ ഫോളോ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഇപ്പോൾ ഒരുപക്ഷെ നീതിയുമായി ബന്ധപ്പെട്ട്, ജുഡീഷ്യറിയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് ആളുകളെ കുറിച്ചുള്ള ചെറിയ ചെറിയ ഡോക്യുമെന്റുകൾ എനിക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ജസ്റ്റിസ് കൃഷ്ണയ്യർ മുതൽ ഡോക്ടർ മോഹൻ ഗോപാൽ വരെയുള്ള ആളുകളെ കുറിച്ചിട്ട് അത്തരത്തിലുള്ള വർക്കുകൾ ചെയ്തിട്ടുണ്ട് പലപ്പോഴും, പല സന്ദർഭങ്ങളിലായിട്ട്. അപ്പോൾ അത്തരം ആളുകളോടൊക്കെ നമ്മൾ സംസാരിക്കുന്ന സമയത്തും ജാതി, മതം, റിലീജിയൻ, ഓരോ ഘട്ടത്തിലും നീതിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, നീതിയുടെ പ്രശ്നം സമഗ്രമായി നിലനിൽക്കുമ്പോൾ അതിനകത്ത് തന്നെ ഒരുപാട് ഉപവിഭാഗങ്ങൾ വരുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ളത്. ഇന്നലെ മതമായിരുന്നു പ്രധാനപ്പെട്ട പ്രശ്നമെങ്കിൽ ഇന്ന് ജാതിയാണ് പ്രശ്നം. അല്ലാന്നുണ്ടെന്നുണ്ടെന്നുണ്ടെങ്കിൽ ജെൻഡർ ഇഷ്യൂ ആണ് പ്രശ്നം. അതൊന്നുമല്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ്, രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള വംശീയമായിട്ടുള്ള വൈരങ്ങളാണ് പ്രശ്നം. അപ്പൊ ഓരോ കാലഘട്ടവും പ്രശ്നം നീതി തന്നെ ആയിരിക്കുമ്പോഴും അതിന്റെ ഡിനോമിനേഷൻസ് മാറുന്നു, അതിന്റെ അട്രിബ്യൂട്ട്സ് മാറുന്നു എന്നുള്ള, അതിന്റെ പ്രകൃതം മാറുന്നു. അത് വളരെ മാറിക്കൊണ്ടേയിരിക്കുന്നു, വളരെ റിലേറ്റീവായിട്ട് വിഷയങ്ങൾ മാറും. അപ്പോഴും അടിസ്ഥാനപരമായ പ്രശ്നം നീതി തന്നെയായിരിക്കും. ആണും പെണ്ണും തമ്മിലുള്ള പ്രശ്നം, രാഷ്ട്രങ്ങളും തമ്മിലുള്ള പ്രശ്നം, രാഷ്ട്രീയ പാർട്ടികളും തമ്മിലുള്ള പ്രശ്നം. എല്ലാവരും പറയുന്നത് ഞങ്ങൾ നീതി ആണ് ചെയ്യുന്നത്, നീതിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. പക്ഷെ അപ്പോഴും നമുക്ക് നീതി ഡെലിവർ ചെയ്യാൻ കഴിയുന്നു. പിന്നെ എന്ന് വെച്ചാൽ ഒട്ടും നീതി ഇല്ലാത്തൊരു സമൂഹമാണോ ഇത് എന്ന് ചോദിച്ചാൽ അങ്ങനെയല്ല. പക്ഷെ സമഗ്രാർത്ഥത്തിൽ നമുക്ക് നീതിയെ ഡെലിവർ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന് വിശ്വസിക്കുന്ന ഒരാളല്ല ഞാൻ. എന്തുകൊണ്ടോ എന്റെ ജീവിതാനുഭവത്തിൽ നിന്നും വായനയിൽ നിന്നും ആളുകളോട് ഒരുപാട് മനുഷ്യരെ കാണുകയും കേൾക്കുകയും അവരോട് വർത്തമാനം പറയുകയും ഒക്കെ ചെയ്യുന്നതിൽ നിന്നും മനസ്സിലായതുമായിട്ടുള്ള കാര്യങ്ങളാണ്. ഈ രണ്ടു തരത്തിൽ നമുക്ക് ഇത്തരം വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാം. എനിക്ക് വെറുതെ ഇങ്ങനെ ഇരുന്ന് ലെക്ചർ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഞാൻ മാത്രം ഇങ്ങനെ ഇരുന്ന് പറയുന്നതിൽ എന്തെങ്കിലും അടിസ്ഥാനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അപ്പോൾ ഞാൻ അതിന്റെ ഒരു ഇൻട്രൊഡക്ടറി പാർട്ട് എന്നുള്ള നിലയിലാണ് ഇത്രയും പറഞ്ഞത്. നീതി എന്ന് പറയുന്നതിന് വേണ്ടിയിട്ടാണ്, നീതി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ലോകത്തെല്ലാം ഉണ്ടായത്. എല്ലാ കലാപങ്ങളും ഉണ്ടായത്, എല്ലാ വിപ്ലവങ്ങളും ഉണ്ടായത്. പക്ഷെ നീതി ഉണ്ടായത്. അപ്പോ നീതി ഉണ്ടായിട്ടില്ല. ഇപ്പോ ഓരോ വർഷം കഴിയുന്തോറും നമ്മളിപ്പോൾ പണ്ട് പറയുമായിരുന്നു, സാമ്പത്തികമായ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ മനുഷ്യർക്ക് തമ്മിലുള്ള ഐക്യം കൂടും. നമ്മൾ സാമ്പത്തികമായിട്ട് കുറച്ചുകൂടി മെച്ചപ്പെടുമ്പോഴത്തേക്കും നമ്മൾ കുറെ കൂടി ഇൻഡിപെൻഡന്റ് സോപ്പ് ബോക്സസ് ആയിട്ട് മാറി അവനവന്റെ സെൽഫിഷ് ജീനുകളിലേക്ക് തിരികെ പോകും എന്ന് ചിലപ്പോൾ ആളുകൾ പറയാറുണ്ട്. അപ്പൊ സ്ട്രഗിൾസ് ഉണ്ടെങ്കിൽ മാത്രമാണ് മനുഷ്യർക്ക് ഒപ്പം നിൽക്കാൻ കഴിയുന്നത് എന്ന് പോലും ചില സന്ദർഭങ്ങളിൽ തോന്നും. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാല് ഇതിന്റെ ഇടയിൽ നമ്മൾ ചെയ്യുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ബോധമുള്ളവര്, അതിനുവേണ്ടി നിയോഗിക്കപ്പെട്ട മനുഷ്യരുണ്ട്, ഇപ്പൊ പോലീസ്, സ്റ്റേറ്റ്, കോടതി, ഈ പറയുന്ന വിഭാഗം സത്യത്തിൽ പറയുന്ന നീതി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സമൂഹം സൃഷ്ടിച്ച നീതി നമുക്ക് കൊടുക്കാൻ പറ്റും. എന്തിനു വേണ്ടിയിട്ടാണ് ഒരു പ്രത്യേകം വിഭാഗങ്ങൾ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്നത്? അത് പ്രോപ്പറായിട്ട് കിട്ടുന്നില്ല. അതിന് പ്രത്യേക പരിഗണന വേണമെന്ന് വരുമ്പോഴത്തേക്കാണ് നമ്മൾ നീതി ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നത്, കോടതികൾ വരുന്നത്. അല്ലെങ്കിൽ പണ്ട് ശുചീന്ദ്രം കൈമുക്ക് പോലെയുള്ള പ്രാകൃതമായ ഏർപ്പാടുകൾ രാജഭരണകാലത്ത് നിലനിന്നിരുന്ന സംവിധാനങ്ങൾ മതിയായി പോരായിരുന്നു. ഇങ്ങനെയായിരുന്നു നമുക്ക് ജുഡീഷ്യറി. അപ്പൊ ജുഡീഷ്യറിക്ക് അത് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് വളരെ ക്രിട്ടിക്കലായി തന്നെ ജുഡീഷ്യറിയുടെ ഒരു വിമർശകനാണ്. മാധ്യമങ്ങളെ വിമർശിക്കുന്നത് പോലെ, പോലീസിനെ വിമർശിക്കുന്നത് പോലെ, രാഷ്ട്രീയ പാർട്ടികളെ വിമർശിക്കുന്നത് പോലെ ജുഡീഷ്യറിയും വിമർശിക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ആരും വിമർശനാതീതരാണ് എന്ന് ഞാൻ കരുതുന്നില്ല. ഇത്രയും ഈ പ്രസംഗം നടത്തിക്കൊണ്ടിരിക്കുന്ന ഞാൻ എത്രത്തോളം നീതിമാനാണ് എന്ന് ഓരോ നിമിഷവും നമ്മൾ ഉള്ളിലോട്ട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മളും ഉണ്ടാവും വ്യക്തിപരമായിട്ട് അറിയാതെ. എപ്പോഴും ശ്രദ്ധിക്കുന്ന എന്താണ്, നമ്മുടെ കയ്യോ കാലോ പോലും തൊട്ടടുത്തിരിക്കുന്ന അപ്പുറത്തെ വേലിക്ക് അപ്പുറത്തേക്ക് നീങ്ങാതെ സൂക്ഷിച്ച് നടക്കാൻ നമ്മൾ എത്ര ശ്രമിച്ചാലും നമ്മൾ വേറൊരാളെ വേദനിപ്പിക്കേണ്ടി വരും, വേറൊരാളോട് അനീതി കാണിക്കേണ്ടി വരും. അത് സ്വാഭാവികമായ മനുഷ്യ ജീവിതത്തിന്റെ ഒരു ക്രമം. പക്ഷെ അതുകൊണ്ടൊരു വലിയ സമൂഹം വല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തുമ്പോഴാണ് നമ്മൾ വീണ്ടും
എന്താണ് ചില കമ്മിറ്റ്മെന്റ്സിനെ കുറിച്ചിട്ട് അപ്പോൾ ചിന്തിക്കേണ്ടി വരുന്നത്. അപ്പോഴാണ് നമ്മൾ ചില മനുഷ്യര്, ചില വ്യക്തികൾ എപ്പോഴും ഇൻഡിവിജ്വൽ ഡസ് ആയിട്ടുള്ള ആ വ്യക്തികൾ എപ്പോഴും, നമ്മളിപ്പോൾ എത്ര പറഞ്ഞാലും സമൂഹമാണ് പ്രധാനം എന്നൊക്കെ നമ്മൾ പറയുമെങ്കിലും എല്ലാം തുടങ്ങുന്നത് വ്യക്തിയിൽ തന്നെയാണ്. ഒരു വ്യക്തി ബോധത്തിൽ നിന്നാണ് ജനാധിപത്യ പ്രക്രിയ തന്നെ തുടങ്ങുന്നത്, ഭാഷ തുടങ്ങുന്നത്, ഇമാജിനേഷൻ തുടങ്ങുന്നത്. എല്ലാം ഒരു എന്താണ് അവനവന്റെ ആത്മസത്ത അല്ലെങ്കിൽ വ്യക്തിത്വം എന്ന് പറയുന്നതിൽ നിന്ന് തന്നെയാണ് തുടങ്ങുന്നത്. ആ വ്യക്തിത്വത്തെ അറിഞ്ഞതിന് ശേഷമാണ്, വ്യക്തിത്വം ഉണ്ടായതിൽ പറഞ്ഞതിനാണ്, ആ വ്യക്തിത്വത്തിൽ പ്രതിഫലിക്കുന്നതാണ് നമ്മൾ ഈ പറയുന്ന ഒരു സമൂഹം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് വ്യക്തി നന്നായാൽ സമൂഹം നന്നാവും എന്നാണല്ലോ പറയുന്നത്. അത് നമ്മൾ ഓരോരുത്തരും നീതിമാന്മാരായി കഴിഞ്ഞാൽ സമൂഹം നീതിയുക്തമായി മാറും എന്നാണ് എന്താണ് രാഷ്ട്രീയ എന്താണ് പൊളിറ്റിക്കൽ തിയറിസ്റ്റുകളും ആത്മീയ എന്താണ് നമ്മൾ കണ്ടിട്ടുള്ള മിസ്റ്റിക്കുകളും കവികളും സാംസ്കാരിക നായകരും ചിന്തകരും ഫിലോസഫേഴ്സും എല്ലാവരും പറഞ്ഞത് അത് തന്നെയായിരുന്നു. അപ്പൊ അതുകൊണ്ട് സത്യത്തില് നമുക്കിതൊരു ഇൻഡിവിജ്വലായ ഒരു എന്താ പറയാ വ്യക്തിപരമായ ഒരു ഉത്തരവാദിത്തമാണ്. പലപ്പോഴും ആവുമ്പോൾ പലപ്പോഴും നമുക്ക് റെസ്പോൺസിബിലിറ്റീസ് എപ്പോഴും നമുക്കൊരു ബാധ്യതയാണ്. നമ്മുടെ സഹജഭാവമാകുമോ നീതി? ഇൻഹറന്റ് ആയിട്ടുള്ള നമ്മുടെ നേച്ചറിന്റെ ഭാഗമായിട്ട് മാറാൻ നീതിക്ക് എത്ര പറ്റും? അതാണ് ആലോചിക്കേണ്ടത്. അരമണിക്കൂർ സമയമാണ് നിങ്ങൾ എന്നോട് സംസാരിക്കാൻ പറഞ്ഞിട്ടുള്ളത്. 25 മിനിറ്റ് ഏതാണ്ട് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഞാനിപ്പോ ഈ സമയത്തിനെ കുറിച്ച് വലിയ കൺസേൺഡ് ആയ ഒരാൾ കൂടിയാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. പ്രാഥമികമായിട്ട് നീതിയെക്കുറിച്ച് സംസാരിക്കാൻ യുഗങ്ങളോളം, നൂറ്റാണ്ടുകളോളം, സഹസ്രാബ്ദങ്ങളോളം മനുഷ്യൻ നീതി നടപ്പിലാക്കാൻ ശ്രമിച്ചിട്ട് നടന്നില്ല. അപ്പൊ എങ്ങനെയാണ് അരമണിക്കൂർ കൊണ്ട് നീതിയെക്കുറിച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു കൺക്ലൂഷനിൽ എത്താൻ പറ്റും? അതുകൊണ്ട് നീതി എന്ന ചോദ്യം ഇപ്പോഴും ഒരു ചോദ്യമായിട്ട് അവശേഷിക്കുന്നു. ആകെ നമുക്ക് പറ്റുന്നത് സമൂഹത്തിന്റെ നീതിയെക്കുറിച്ച് നമുക്ക് കാത്തിരിക്കാതിരിക്കാം, വ്യക്തിപരമായ നീതിയിൽ വിശ്വസിക്കാം. നിങ്ങൾ നീതി നടപ്പിലാക്കാൻ ചുമതലപ്പെട്ടവരാണെന്നുണ്ടെങ്കിൽ ആ നീതിയെ നിങ്ങൾക്ക് കമ്മിറ്റഡ് ആയിട്ട് ഏറ്റെടുക്കാം. ഇതാണ് നമുക്ക് പോസിബിൾ ആയിട്ടുള്ള കാര്യം. ഈ സമൂഹം നീതിയുക്തമാവുന്നതും കാത്തിരിക്കേണ്ട എന്ന് ചുരുക്കം. അത് നമുക്ക് മാധ്യമപ്രവർത്തകർക്ക്, പോലീസിന്, ജുഡീഷ്യറിക്ക്, അപ്പൊ അതിപ്പോ ജഡ്ജിമാരായാലും വക്കീലന്മാരായാലും ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഓരോ ജൂറിസ്റ്റുകളായാലും ഓരോരുത്തർക്കും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്താണ് ജുഡീഷ്യൽ ഫിലോസഫേഴ്സ് എന്ന് പോലും പറയാൻ പറ്റും. ഇതെല്ലാം ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാണ്. അവരോരോരുത്തരും അവർ വളരെ കമ്മിറ്റഡ് ആയിട്ടും കമ്മിറ്റ്മെന്റോട് കൂടിയിട്ടും അത് ചെയ്തു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നീതിയെ കുറേയൊക്കെ നമുക്ക് അത് അക്യുമുലേറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. എല്ലാ ഫിലോസഫേഴ്സും, അതിപ്പോ റിലീജിയൻ ആയിക്കോട്ടെ, പൊളിറ്റിക്സ് ആയിക്കോട്ടെ, സാമ്പത്തികമായിക്കോട്ടെ, ബാക്കി തത്വചിന്തയുടെ ഫിലോസഫിയുടെ ഏത് ഏരിയയിലും ആയിക്കോട്ടെ, എല്ലാവരും പറഞ്ഞിട്ടുള്ളൂ ഒരു വ്യക്തിപരമായ മനുഷ്യന്റെ ക്വാളിറ്റി തന്നെയാണ് ഒരു സമൂഹത്തിന്റെ ക്വാളിറ്റി. അടിസ്ഥാനപരമായിട്ട് നമ്മൾ വീണ്ടും ആ യൂണിറ്റിലേക്ക് തന്നെ തിരിച്ചു വരേണ്ടത്. പിന്നെ നമുക്ക് പിന്നെ ഉള്ളത് അതിന്റെ ചില കമ്മ്യൂണിറ്റീസ്, മാധ്യമപ്രവർത്തകരുടെ കമ്മ്യൂണിറ്റി, അഡ്വക്കേറ്റ്സിന്റെ കമ്മ്യൂണിറ്റി. ഇവിടെ തന്നെ ഈ പറയുന്ന രണ്ട് വർഗം തമ്മിൽ യുഗങ്ങളായിട്ട് തിരുവനന്തപുരത്ത് തന്നെ നടക്കുന്ന അടി എന്തിനായിരുന്നു? ടെറിട്ടോറിയൽ എക്സ്പാൻഷൻ ആയിരുന്നു. ആർക്കും വേണ്ടി അവിടെ നീതിയുടെ എന്ത് എലിമെന്റ് ആയിരുന്നുണ്ട്? അധികാരത്തിന്റെ പുനഃസ്ഥാപനത്തിന് വേണ്ടിയിട്ട് മാധ്യമപ്രവർത്തകരും വക്കീലന്മാരും കൂടെ അടി ഹൈക്കോടതിയുടെ മുറ്റത്ത് വരെ. ഇതായിരുന്നു കഴിഞ്ഞ കുറെ കാലമായിട്ട് നടന്നത്. അപ്പൊ അവിടെ ഇരുന്നാണ് നമ്മൾ നീതിയെ കുറിച്ച് സംസാരിക്കുന്നത്. നമ്മളൊക്കെ നന്നായാൽ മതി, കാര്യങ്ങൾ കുറെയൊക്കെ മാറും.